കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോളെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളു അച്ഛാ. കൃഷ്ണയുടെ വീട്ടില് ഒരു ഫയൽ ഏൽപ്പിക്കണായിരുന്നു, അങ്ങനെ വന്നതാ. മോള് വീട്ടിൽ കയറുന്നില്ലേ? അമ്മയെ കാണണ്ടേ? ഇല്ല അച്ഛാ, അത്യാവശ്യമായിട്ട് എനിക്ക് തിരിച്ചു പോണം. ഇവിടെ വരെ വന്നാലേ മോളെ, ഒന്ന് അമ്മയെ കൂടി കണ്ടിട്ട് പോകുന്നതിനെന്താ? അമ്മയെ കൂടി കാണുന്നതിന് എത്ര സമയം വേണമെന്നാ? അതുകൊണ്ടല്ല അച്ഛാ, ഞാൻ വന്നോളാം. എന്നാ പിന്നെ ശരി, ഞാൻ പോയിട്ട് വരാം അച്ഛാ. ഇത് ഫാർമസി കൊടുക്ക്. ഡോക്ടർ. രാജലക്ഷ്മിയോ? ഇരിക്ക്. ഡോക്ടർ, എന്താ പെട്ടെന്ന് വിളിപ്പിച്ചത്? അവൾക്ക് എന്തു പറ്റി? പറ്റാനൊന്നുമില്ല. ജോലി സ്ഥലത്ത് വെച്ച് അവൾ തലചുറ്റി വീണു. ബ്ലീഡിംഗ് ആയി. പരിശോധനയിൽ അബോർഷനാണെന്ന് മനസ്സിലായി. അബോർഷനോ? ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവളെ കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടതായിരുന്നു. ഒന്നാമത് വളരെ രഹസ്യമായി ചെയ്യുന്ന ഒന്നാകുമ്പോ നിങ്ങളുടെ കണ്ണത്തും ദൂരത്ത് നിർത്തണ്ടേ? ഞാൻ എന്ത് ചെയ്യാനോ ഡോക്ടർ? ആവശ്യമുള്ള പൈസയും കൊടുത്തിട്ടാ ഞങ്ങൾ ഇന്നലെ പിരിഞ്ഞത്. വേറെ ഒരു ജോലിക്ക് പോകണ്ടെന്നും പറഞ്ഞു. കേൾക്കണ്ടേ? ഇനി അവളെ മറക്കുന്നതാ നല്ലത്. പകരം വേഗം വേറൊരാളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻ മൊത്തം പൊളിയും. പറഞ്ഞേക്കാം. അതൊക്കെ പെട്ടെന്ന് നടക്കുമോ ഡോക്ടർ? പെട്ടെന്ന് വേണമെന്നൊന്നുമില്ല. 6-7 മാസം ഇനിയും ഉണ്ടല്ലോ. ഇപ്പൊ ഇനി ഒരാളെ കണ്ടുപിടിച്ച് അവൾക്കും അത്രയും മാസം ആയാലല്ലേ ഡോക്ടർ കാര്യം നടക്കൂ? എന്നാലേ നടക്കൂ. എന്തായാലും നിങ്ങളുടെ മോക്ക് ഗർഭമില്ല. ഗർഭമുണ്ടെന്ന് മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് 4-5 മാസമല്ലേ ആയോളൂ. ഇനി നിങ്ങളുടെ മകളുടെ മാസം എത്രയാണോ അത്രയും മാസം ഗർഭിണിയായ ഒരു പെണ്ണിനെ തന്നെ സെലക്ട് ചെയ്യണം. പക്ഷേ പണം കുറച്ച് കൂടുതൽ മുടക്കേണ്ടി വരും. ഇനിയിപ്പൊ പണം നോക്കാൻ പറ്റുമോ ഡോക്ടർ? അതിനു പറ്റിയ ഒരാളെ ഡോക്ടർ തന്നെ കണ്ടുപിടിച്ച് തന്ന വലിയ ഉപകാരമായിരുന്നു. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ശരി ഡോക്ടർ, ഞാൻ വരാം. അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഓക്കെ, ശരി. നീ എല്ലാം നശിപ്പിച്ചല്ലേ? ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ചെക്കപ്പ് നടത്തി രൂപ 10,000 കയ്യിൽ വെച്ച് തന്നിട്ടല്ലേ ഞങ്ങള് പോയത്. 24 മണിക്കൂർ ആയില്ലല്ലോ. അതിനു മുമ്പേ നിനക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു? ജോലി സ്ഥലത്ത് വെച്ച് എനിക്കൊരു തളർച്ച തോന്നി. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞു, പറഞ്ഞപ്പോ കഴിഞ്ഞു. ഇനി ഇതിന്റെ പിറകെ ബാക്കിയുള്ളവർ ഓടിയാ മുഴുക്കുവോ? ഇതെല്ലാം നിന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാ. നിങ്ങൾ കുറച്ച് കാശ് മുടക്കിപ്പോയി, അതിനാണോ ഈ വർത്തമാനമൊക്കെ? കുറച്ചോ? ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞപ്പോ മുതൽ തുടങ്ങിയതാ ഞങ്ങള് തരാനും നീ വാങ്ങാനും. ഇങ്ങനെ ഒരാവശ്യം ആയതുകൊണ്ട് കണക്കൊന്നും സൂക്ഷിച്ചിട്ടുമില്ല. ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് വേറൊരാളെ കിട്ടില്ലേ? പിന്നെ കിട്ടും കിട്ടും. വഴിവെക്കല് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണല്ലോ ഇത്. ദേ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി നീ എന്റെ കൺമുമ്പിലൊന്നും വന്നേക്കരുത്. നമ്മൾ തമ്മിലുള്ള സകല ഇടപാടും ഇതോടെ തീർന്നു, കേട്ടല്ലോ? വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇട്ടോണ്ട് എന്തായിരുന്നു നിന്റെ ഒരു പത്രാസ്? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാനും നിങ്ങളോടൊപ്പം അവിടെ വന്ന് താമസിക്കാന്ന്. ആഹ്, ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളായിരുന്നു. ഇപ്പൊ തന്നെ കൈയും കാലും പറിച്ചിട്ട് പാടില്ല. ഇനി സമയത്ത് ഒരാളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണ്ടേ ഈശ്വര?
അമ്മ പോയിട്ടൊന്ന് വിളിക്കൂലും ചെയ്തില്ലല്ലോ. ആ പെണ്ണിന് എന്താ പറ്റിയത്? അതോ ഇനി അവള് പൈസക്കാണോ വിളിച്ചു വരുത്തിയത്? കുഞ്ഞിന് ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലാതെ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യായിരുന്നു. അല്ല, അമ്മ പോയിട്ടെന്തായി? എന്താവൻ എല്ലാം പൊളിഞ്ഞു. മുഴുവൻ പ്രശ്നമായി. പ്രശ്നോ? എന്ത് പ്രശ്നം? അവൾക്ക് അബോർഷനായി മോളെ. അവള് തല ചുറ്റി വീണെന്ന്, അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടായിന്നാ പറഞ്ഞത്. രഘു, രേഖയ്ക്കുള്ള മരുന്ന നീ ആഹാരം കഴിച്ചിട്ട് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക്. ശരി അമ്മ. അമ്മേ, രേഖ തനിച്ചേ ഉള്ളൂ റൂമില്. രേഖയുടെ അമ്മ ഹോസ്പിറ്റലില് ആരെയോ കാണാൻ പോയതാ. അമ്മയുടെ കൈ കൊണ്ട് തന്നെ മരുന്ന് കൊടുത്താൽ മതി. അതുകൊണ്ടെങ്കിൽ ഇത്തിരി ഗുണം കിട്ടുന്നെങ്കിൽ അത് കിട്ടിക്കോട്ടെ. ഒന്ന് പോടാ. ഞാനും വരാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. കുറെ പൈസ മുടക്കി. ഡോക്ടർ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത്രയും പൈസ വീണ്ടും മുടക്കേണ്ടി വരുന്നാ തോന്നുന്നത്. ചിലപ്പോ അതിൽ കൂടുതൽ. എല്ലാവരും ഇങ്ങനൊരു കാര്യത്തിന് തയ്യാറാവില്ലല്ലോ. ഇതിപ്പോ ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ അതോടെ തീർന്നുവല്ല. വേറൊരാളെ പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ സകലതും പൊളിയും. ഞാൻ ഗർഭിണിയല്ലെന്ന് ഇവിടെ ആരെങ്കിലും അറിഞ്ഞാ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങേണ്ടി വരും. ഇതിപ്പോ നമ്മൾ വല്ലതും ചെയ്തിട്ടാണോ ആ ഗർഭിണി പെണ്ണിന് ശ്രദ്ധയില്ലാത്തത് കൊണ്ടല്ലേ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്? പ്രസവിച്ച കുഞ്ഞിനെ നമുക്ക് തരാമെന്ന കരാറിലല്ലേ അവൾ ചോദിച്ചപ്പോഴൊക്കെ നമ്മൾ പൈസ കൊടുത്തത്. നീ തൽക്കാലം ഗർഭിണിയായി അഭിനയിക്കുന്നത് നിർത്തണ്ട. 6-7 മാസം കൂടി കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ ഇവിടെ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ. അതിനെന്താ വഴിയെന്നാ ഞാൻ ചോദിക്കുന്നത്. അമ്മ എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ? ഈ ഗർഭിണി അല്ലെങ്കിൽ വേറൊരു ഗർഭിണി പെണ്ണ്, അത്രേ ഉള്ളൂ. പൈസയ്ക്ക് വഴങ്ങുന്ന ധാരാളം ആളുകൾ കാണും. ഒന്നിനെ നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്യും, കുഞ്ഞിനെ വാങ്ങുകയും ചെയ്യും. ഞാൻ ആദ്യമേ പറഞ്ഞതാ വേണ്ടാത്ത ഒരു പണിക്ക് നിക്കണ്ടെന്ന്. അപ്പൊ അമ്മയെ ഈ വലിയ ബുദ്ധി ഉപദേശിച്ചു തന്നത്. എന്റെ ബുദ്ധിക്ക് എന്താടി കുഴപ്പം? സ്വത്തടിച്ചു മാറ്റാനുള്ള നല്ല ബുദ്ധി തന്നെയല്ലേ ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് വേണം മനസ്സമാധാനത്തോടെ എനിക്ക് തിരിച്ചു പോകാൻ. അതുവരെ കാക്കണോ?
ഞാൻ ഈ കേട്ടതല്ല സത്യമാണോ? ചോദിച്ച കേട്ടില്ലേ? സത്യമാണോന്ന്? അത് രഘു, എനിക്ക് അബദ്ധം പറ്റിയത്. ഈ അടി നിനക്ക് തരാൻ എന്റെ മോനേക്കാൾ യോഗ്യത എനിക്കാ. കാരണം ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതിന്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്, അത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട്. അടിച്ചത് ഞാനും അടി കൊണ്ടത് നീയുമാണെങ്കിലും ഇതുപോലൊരെണ്ണത്തിന് അർഹതപ്പെട്ടവർ വേറെയും ഉണ്ട് ഇവിടെ. അവരെ തല്ലിയാൽ എന്റെ കൈ നാറും. അതുകൊണ്ടാ ഞാൻ ചെയ്യാത്തത്. രാജലക്ഷ്മി ശരിക്കും ഒരു അമ്മ തന്നെയാണോ? ഒരമ്മയുടെ നാവിൽ നിന്ന് തന്നെയാണോ ഞാനിപ്പോ കേട്ടതൊക്കെ? പലപ്പോഴും പറയാമെന്ന് കരുതിയിട്ട് ഞാൻ മനഃപൂർവ്വമായി വിഴുങ്ങുന്ന ഒരു വസ്തുതയുണ്ട്. രാജലക്ഷ്മി ഈ വീട്ടിൽ കാലുകുത്തിയ ശേഷമാണ് രേഖ ഇങ്ങനെ ആയതും ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. നിങ്ങൾ ഈ കുടുംബം തകർക്കാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണോ? ഒരമ്മയുടെ വില രേഖയ്ക്കറിയില്ലെങ്കിലും രാജലക്ഷ്മി തിരിച്ചറിയണമായിരുന്നു. നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ച് എത്ര സന്തോഷത്തിലാ ഇവിടെ എല്ലാവരും. എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ടാ ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയത്? കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന സമയത്താ അവൾ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും. നിനക്ക് ഇല്ലാത്ത ഈശ്വരാധീനം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നിട്ട് മറ്റൊരുവളുടെ കുഞ്ഞിനെ എന്റെ മകന്റെ കുഞ്ഞാക്കി ഞങ്ങളെ ചതിക്കാൻ നോക്കിയ നിനക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. എണ്ണം പറഞ്ഞ് ഓരോന്നിനും നിന്നെ അടിക്കേണ്ടതാ. ഞാനത് ചെയ്യാത്തത് അടിച്ചിട്ടും കാര്യമില്ലെന്ന് കരുതിയിട്ടാ. ഭർത്താവിനെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരാളും ചെയ്യുന്നതല്ല ഇത്. അതും സ്വത്തുക്കൾക്ക് വേണ്ടി. നാണമില്ലേടി നിനക്ക്? കണ്ടോ നിന്റെ ഭർത്താവ് നിൽക്കുന്നത്? ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ അവനെ ഇങ്ങനെ ആക്കിയത് നീയാണ്. വെറുതെ തിന്നും കുടിച്ചും വീട്ടിലിരുന്ന് അഹങ്കാരവും കുബുദ്ധിയുമുള്ള നിന്നെപ്പോലുള്ളവർ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോ അതിനുത്തരം പറയേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ആണുങ്ങളാ. താൻ ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന കാര്യം കൂട്ടുകാരോടും നാട്ടുകാരോടും പാടി നടന്നിട്ട് ഇനി അവരോട് എന്ത് മറുപടിയാ പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുക്ക് നീ. പറഞ്ഞു കൊടുക്കുമ്പോ അവനും കൂടി സമാധാനപ്പെടാനുള്ള വാക്കുകളായിരിക്കണം പറയാൻ. ഇങ്ങനൊക്കെ പറയാനും ചെയ്യാനും ഒന്നുകിൽ നിന്നോടൊപ്പം ഒരു മത്സരാർത്ഥി ഉണ്ടായിരിക്കണം. ഈ വീട്ടിൽ നിന്നോട് ശത്രുതയുള്ള ആരും തന്നെ ഇല്ല. അപ്പോ ആർത്തിയാണ്, പണത്തിനോടുള്ള ആർത്തി. അതിന് പറ്റിയ ഒരമ്മയും. ഗായത്രിയമ്മേ, അത് വേറൊന്നും കൊണ്ടല്ല. ശ്രീലക്ഷ്മി ഗർഭിണിയായപ്പോ എല്ലാവരും ഇവളെക്കുറിച്ചും ചോദിച്ചു തുടങ്ങി. അപ്പോ ഡോക്ടറിനെ കാണിച്ചു. ഗർഭിണിയല്ലെന്ന് പറഞ്ഞപ്പോ
പൊട്ടബുദ്ധി തോന്നിയതാണിത്. ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു കുഞ്ഞിനെ പ്രസവിച്ച് കാണിച്ച് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതാണോ പൊട്ടബുദ്ധി? അതിന് വക്രബുദ്ധി എന്നാ രാജലക്ഷ്മി പറയുക. രഘു, ഐ എം റിയലി സോറി. എനിക്കറിയാം രഘു എന്തുമാത്രം വിഷമിക്കുന്നുവെന്ന്. എന്നോട് രഘു ക്ഷമിക്കണം. രഘു മാത്രം ക്ഷമിച്ചാ മതിയെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഈ കാര്യത്തിൽ ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. അതേ നടക്കൂ. ഇതെന്താമ്മേ പെട്ടിയൊക്കെ ആയിട്ട്? ആരെങ്കിലും എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. രാജലക്ഷ്മിയും രേഖയും ഈ വീട്ടിൽ നിന്ന് പോവുക. അവരായിട്ട് പോകുന്നതല്ല, ഞാനായിട്ട് ഇറക്കി വിടുന്നതാ. എന്തിന്? അതിന് മാത്രം എന്താ ഉണ്ടായത്? എന്താ കുട്ടി? അവളായിട്ട് ഉത്തരം പറയില്ല രവി, ഞാൻ പറയാം. ഗർഭിണി അല്ലാതിരുന്നിട്ടും ഗർഭിണിയാണെന്നും പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിച്ചു. എന്നെയും നിന്നെയും ശ്രീലക്ഷ്മിയെയും എന്തിന് രഘുവിനെ വരെ അവൾ ഇത്രയും നാൾ പറ്റിക്കുകയായിരുന്നു, അതും സ്വത്തിനു വേണ്ടി. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പക്ഷേ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ രണ്ടു പേരോടും ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ടായിരിക്കണം. എന്താ കുട്ടി ഞാൻ ഈ കേൾക്കുന്നത്? ഇങ്ങനൊരു ചതി ഞങ്ങളോട് ചെയ്യാൻ എങ്ങനെയാ തോന്നിയത്? ബ്രദറിനോ അബദ്ധമൊന്നും പറയുന്നില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. അതെനിക്ക് പൂർണ്ണമായി ബോധ്യമാവുകയും ചെയ്തു. മദറിൻലോ ഒരു കുഞ്ഞിനെ കുറിച്ച് അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ, ഒരു കുഞ്ഞ് ഈ വീട്ടിലേക്ക് വന്ന ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറഞ്ഞപ്പോ വേറെ വഴിയൊന്നും കണ്ടില്ല. ജോത്സ്യനും അത് തന്നെയാ പറഞ്ഞത്. അതിനെല്ലാം അപ്പുറം ഈ വീട്ടിലെ രണ്ട് മരുമക്കളായ ഞാനും ശ്രീലക്ഷ്മിയും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പല തെറ്റും എന്റെ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മദർ ലോയ്ക്ക് എന്നെക്കാൾ ഇഷ്ടം ശ്രീലക്ഷ്മിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഗർഭിണിയും ഞാൻ ഇതുവരെ ഗർഭം ധരിച്ചില്ലെന്ന് എല്ലാവരും അറിയുമ്പോൾ എല്ലാവരും കൂടുതലായി ശ്രീലക്ഷ്മിയെ സ്നേഹിക്കൂ എന്നുള്ള ഭയത്തിൽ നിന്ന് ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ ആലോചിച്ചതുപോലും.